നിത്യപിതാവിൻ്റെ പുത്രൻ നിത്യരക്ഷകനീശോ മിശിഹാ കാൽവരി മലയിൽ നീ അന്ന് കുരിശേന്തി മൃത്യു വരിച്ചു. ആ മൃത്യുവിൻ നിത്യരക്ഷ മക്കളാം ഞങ്ങളും നേടാം. ഈ കുരിശിൻ്റെ വഴിയേ ഞങ്ങൾ ഇന്ന് വരുവാനായി ആശിച്ചിടുന്നു. ഒന്നാം സ്ഥലം ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് ഒരു ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. എങ്കിലും അവിടുന്ന് എല്ലാം നിശ്ചിതമായി സഹിക്കുന്നു. പ്രഭു, പ്രഭു, പ്രിയതമ്മയ്ക്ക് അങ്ങയോട് എന്തോ ഉണർത്തിക്കാനുണ്ട്. എന്താണത്? വായിക്കൂ, നാം ഒന്ന് കേൾക്കട്ടെ. ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായല്ലോ. ഇയാളിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പെസഹ തിരുനാളിന് നാം ഒരാളെ മോചിപ്പിക്കാറുണ്ടല്ലോ. നിങ്ങൾ പറ, ആരെ വേണം? ബറാബാസിനെയോ അതോ ഈ നിൽക്കുന്ന യേശുവിനെയോ? ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ആരെവിടെ? അടിയൻ. അല്പം വെള്ളം കൊണ്ടുവരട്ടെ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. ഇന്നത്തെ ജീവിത പശ്ചാത്തലം: ഇവനൊരു ദ്രോഹിയാണ്. ഇവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഇവനെ നശിപ്പിച്ചാൽ ഈ സമൂഹം രക്ഷപ്പെടും. ഇവൻ ഒരു ശാപമാണ്. ശപിക്കുന്ന നാവും വിധിക്കുന്ന വാക്കും വീഴുന്നവന്റെയും വീഴ്ത്തപ്പെടുന്നവന്റെയും വിലയാകും. ആ വില യേശുവിന്റെ വിലയാണെന്ന് ഓർക്കാം. മരണം അതൊരു അനിവാര്യതയാണ്. എന്നാൽ ആ മരണം ഒരു അന്യായമായ വിധിയിലാണെങ്കിലോ? അതാണ് ഇവിടെ സംഭവിച്ചത്. മണ്ണും വിണ്ണും ഒന്നാക്കാൻ വിണ്ണിന്റെ നാഥൻ മണ്ണിൽ പിറന്നു. എന്നാൽ മണ്ണിന്റെ മക്കൾ വിണ്ണിന്റെ നാഥനെ അന്യായമായ വിധിയാൽ ഇതാ ഇവിടെ ക്രൂശിക്കുന്നു. ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നു പറഞ്ഞവനെ വിധിക്കാൻ അവകാശമില്ലാത്തവർ വിധിക്കുന്നു. അല്ലെങ്കിൽ വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവർ വിധിയാളനെ വിധിക്കുന്നു. എന്തൊരു വിരോധാഭാസം! വേലി തന്നെ വിളവ് തിന്നുന്നു. വിധി കേട്ട ഈശോ വിപരീത സ്വരം മുഴക്കിയില്ല. പിന്നെയോ മനുഷ്യന്റെ നിസ്സാരതയോർത്ത് വിതുമ്പി മനുഷ്യന്റെ വിവരക്കേട് കണ്ട് പരിതപിച്ചു. മനുഷ്യൻ വിധിക്കുന്നു. പാപം ചെയ്യുന്ന നമ്മൾ ആ പാപം നിരപരാധിയുടെ ചുമലിൽ ചാരി വിധി പ്രസ്താവിക്കുന്നു. കള്ളം പറയുന്ന ഒരുവൻ കള്ളം അറിയാത്തവനെ കള്ളനായി സമൂഹമധ്യത്തിൽ ചിത്രീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മോഷ്ടിക്കുന്ന ഒരുവൻ മോഷണക്കുറ്റം മറ്റുള്ളവന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു. ഓർക്കാം,
ഒരു വിരൽ അവരനെതിരെ നമ്മൾ ചൂണ്ടുമ്പോൾ പല വിരലുകൾ നമുക്കെതിരെ തിരിയുന്നു. പലവട്ടം കള്ളം പറഞ്ഞാലും ഒരു വട്ടം പോലും അത് സത്യമാകില്ല. ഈശോയെ, പലരെയും നാവാൽ വിരിച്ച ഞങ്ങളുടെ ഈ ബലഹീനതയെ നിന്റെ ഈ കുരിശിന്റെ ഒന്നാം സ്ഥലത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത് എന്ന വചനത്തിന്റെ കരുത്ത് ഞങ്ങൾക്ക് കൂട്ടായി തരണമേ. വിധിക്കുന്ന നിമിഷം വിധിക്കപ്പെട്ട നിന്നെ ഓർക്കാൻ, മനം നൊന്ത് കരയാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. മരത്താലേ വന്ന പാപം വീണ്ടും മരത്താലേ മായ്ക്കുവാനായി അന്ന് മനുഷ്യനാം ദൈവത്തിൻ പുത്രൻ തിരുത്തോളിൽ കുരിശേറ്റെടുത്തു. കുരിശിന്റെ ഭാരം തോളിൽ, മർത്യ കാപട്യം ഹൃദയത്തിനുള്ളിൽ, വഞ്ചനയാം മുള്ളിൻ കിരീടം അന്നോ മുറിവേക്കാൾ മുന്നിൽ നിന്നു. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. അല്ല, ഇതാര്? യഹൂദന്മാരുടെ രാജാവോ? രാജാവാണ് പോലും രാജാവ്. ആരുടെ രാജാവ്? രാജാവിന് ചേർന്ന സിംഹാസനം, കുരിശ്. കൊണ്ടുപോ ഇവൻ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. കുഞ്ഞേ, ഈ കുരിശ് നിന്റെ രക്ഷയുടെ പ്രതീകമാണ്. കുരിശിനെ നോക്കി യാത്ര ചെയ്യാൻ ഞാൻ നിനക്കായി ഏറ്റെടുക്കുന്നു. ഇവൾ ഈ വീടിന്റെ കുരിശ. ഇവൾ വന്നു കയറിയ അന്ന് മുതലാ ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഇവളെ അങ്ങോട്ടൊന്ന് എടുത്തിരുന്നെങ്കിൽ. കുരിശ് നിനക്ക് രക്ഷയുടെ പ്രതീകമാണ്. അതിനെ തള്ളി സാത്താനെ കൂട്ടുപിടിക്കല്ലേ. കുരിശ് യാത്ര ആരംഭിച്ചു. ഭാരമേറിയ കുരിശ് യേശുവിന്റെ തോളിൽ. അതിലേറെ മനുഷ്യന്റെ വഞ്ചന യേശുവിന്റെ ഹൃദയത്തിൽ കടുത്ത ഭാരമാകുന്നു. ആദ്യ പാപത്തിന് കാരണം ഏദൻ തോട്ടത്തിലെ മരം ആയിരുന്നു എങ്കിൽ ആ പാപത്തിൽ നിന്നുമുള്ള മോചനം കാൽവരി മലയിലെ കുരിശെന്ന ഈ മരത്തിലൂടെയായിരുന്നു. കൂടെ നടക്കേണ്ടവർ ആരുമില്ല. കൂടെ നടക്കാതെ മാറി നടന്നവർ കൂടെ കൂടി ആർപ്പു വിളിക്കുന്നു. എന്തിന്? എളുപ്പം അവനെ കൊന്ന് കൊല വിളിക്കാൻ. കുരിശിനെ തോളത്ത് എടുത്തു വച്ചവൻ കുരിശിനോട് ഇപ്രകാരം മന്ത്രിക്കുന്നു: പണ്ട്
മോശയോട് പറഞ്ഞ വാക്കുകൾ: സർപ്പദംശനം ഏൽക്കുന്നവർ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കട്ടെ, അവർ രക്ഷിക്കപ്പെടും. ഈ കുരിശിലേക്ക് എന്റെ മക്കൾ ഞാനില്ലാത്തപ്പോൾ നോക്കട്ടെ. കുരിശ് അതൊരു രക്ഷയുടെ പ്രതീകമാകുന്നു. എന്നാൽ കുരിശിനെ നമ്മൾ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു. അവൻ ആ കുടുംബത്തിലെ ഒരു കുരിശാണ് എന്ന് നാം മറ്റുള്ളവരെ നോക്കി പഴി പറയുന്നു. അവൾ ആ കുടുംബത്തിലേക്ക് കുരിശായി കടന്നുവന്നു. ജോലിസ്ഥലത്ത് അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നു, ഇതെന്തൊരു കുരിശാ. ഓർക്കുക, നാം കുരിശിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയല്ലേ. കുതിര അതിന്റെ കുതിരശക്തിയും ആന അതിന്റെ ശക്തിയും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കുരിശിനെ ധരിക്കാം കഴുത്തിൽ ആഭരണമായല്ല, മറിച്ച് ശരീരത്തിലും മനസ്സിലും അടയാളമായി, ചിഹ്നമായി. ഈശോയെ, നിന്റെ ഈ കുരിശ് ഞങ്ങൾക്ക് രക്ഷാചിഹ്നമായി തന്ന വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ അനുഭവിക്കാൻ വരം തരണമേ. കുരിശിൽ നിന്നും ഓടിയകലാതെയും കുരിശിനെ നോക്കി പരിതപിക്കാതെയും കുരിശിനെ വാരിപ്പുണർന്ന് രക്ഷ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് രക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. വീഴ്ചയിൽ പാഠം തരുവാ അന്ന് കുരിശിന്റെ വഴിയിൽ നീ വീണു. വീഴ്ചയിൽ നിന്നും ഈശോ അന്ന് എണീറ്റു ലക്ഷ്യം തീർക്കാൻ. പലവട്ടം ഞാനും വീണു, എന്നാലൊരു വട്ടം പോലും അന്നെന്റെ വീഴ്ചതൻ കാരണമോർക്കാൻ ഞാനോ ശ്രമിച്ചതേയില്ല. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ എനിക്കിടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. അയ്യേ, രക്ഷകന് ക്ഷീണം വരുമോ? ദൈവപുത്രനാണ് പോലും. ദൈവപുത്രൻ എഴുന്നേൽക്കട. ഓ, മരിച്ചവനെ ഉയർപ്പിച്ചവനാ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവനാ, ഇപ്പോ
നിൽക്കാൻ ശേഷി പോലും ഇല്ല. ഛീ, എഴുന്നേൽക്കടാ. ഇന്നത്തെ ജീവിത ഓ, എന്തെല്ലാം കലാപരിപാടികളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കള്ളത്തരമാണെന്ന്. അന്ന് നിങ്ങളൊക്കെ എന്നെ ആക്ഷേപിച്ചു. അനുഭവിക്ക്. എന്തായാലും എനിക്ക് സന്തോഷായി. ദൈവം എന്ന ഒരാളുണ്ടല്ലോ. മറ്റുള്ളവന്റെ വീഴ്ചയിൽ ആനന്ദിക്കരുത്. വീണ അവനെ എഴുന്നേൽപ്പിക്കാൻ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് ഈശോ അവന്റെ കൂടെയുണ്ട്. വീഴ്ച അത് ഉയർച്ചയ്ക്കുള്ള പടിയാണല്ലോ. എന്നാൽ യേശുവിന് ഈ വീഴ്ച ആവശ്യമായിരുന്നോ? എന്തിലും ഏതിലും മനുഷ്യന്റെ മണവും ഗുണവും ഉള്ളവന് ഇതും ആവശ്യമായിരുന്നു. കാരണം വീണവനും വീഴ്ത്തപ്പെട്ടവനും മാത്രമേ വീഴുന്നവന്റെയും വീഴ്ത്തപ്പെടുന്നവന്റെയും വിളിയറിയാൻ പറ്റൂ. ജീവിതമൊരു യാത്രയാണ്. യാത്രയിൽ വീഴുന്നവർ ഏറെയാണ്, എന്നാൽ എഴുന്നേൽക്കുന്നവരോ? യേശു വീണു, എന്നാൽ അവൻ എഴുന്നേറ്റു. കാരണം ലക്ഷ്യം പൂർത്തീകരിച്ചേ പറ്റൂ. വീഴ്ചയിൽ സഹായിക്കാമെന്ന് പറഞ്ഞവരും കരുതിയവരും ആരും അടുത്തില്ല. എന്തൊരു ദയനീയ കാഴ്ച! എങ്കിലും അവൻ എണീറ്റു എനിക്കായി. സഹോദര, പലവട്ടം നമ്മൾ വീണില്ലേ? പലരെയും നമ്മൾ വീഴ്ത്തിയില്ലേ? എന്നാൽ വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ച് നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചോ? ചില തഴക്കദോഷങ്ങൾ നമ്മിൽ ഭരണം നടത്തുന്നു. ഉപേക്ഷിക്കാൻ പലവട്ടം നാം ശ്രമിച്ചു, നടന്നില്ല. എന്നാൽ അതിൽ തന്നെ അങ്ങ് കിടന്നേക്കാം എന്ന് തീരുമാനിച്ചു. ഫലമോ കൃപ എന്നിൽ കുറഞ്ഞു. ഒന്നിലും ഇപ്പോൾ വിജയിക്കാൻ പറ്റുന്നില്ല. ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ല. ചില ജഡിക പാപങ്ങൾ കൂട്ടുകാരുടെ പ്രേരണയാൽ തുടങ്ങി. ഇപ്പോൾ അതിൽ നിന്നും കരയേറാൻ പറ്റുന്നില്ല. അറിയാതെ അപരാധം അവരനിൽ അടിച്ചേൽപ്പിക്കുന്നു. പറയുന്നു, അവൻ കാരണം ഞാൻ നശിച്ചു. നശിക്കുന്നവരും നശിപ്പിക്കുന്നവരും നമ്മൾ തന്നെയല്ലേ? ധൂർത്തപുത്രൻ ഒരു വേള സുബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റു. ഫലമോ നഷ്ടപ്പെടുത്തിയ ഭവനം അവൻ വീണ്ടെടുത്തു. അത് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നിമിഷമായി. ഈശോയെ, ഈ കുരിശിന്റെ വഴി ഞങ്ങൾക്ക് പുതുജീവിതത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആക്കണമേ. ആരെയും കുറ്റം പറയാതെയും തള്ളിപ്പറയാതെയും സ്വയം പിഴ ചൊല്ലി തിരികെ വരാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. അമ്മയാം മേരി മാതാവേ, അന്ന് മാലാഖ നിന്നുടെ സവിധേ വന്നതാമാ നല്ല നാളും ഇവിടെ ഇന്നിന്റെ നേരവും ഓർത്തു. ചങ്ക് തകർക്കുന്ന കാഴ്ച അമ്മേ, എങ്ങനെ നീ
സഹിച്ചു ധൂർത്തരാം ഞങ്ങളെ വീണ്ടും നീ സഹനത്താൽ നേടിയെടുത്തു. നാലാം സ്ഥലം, ഈശോ തന്റെ തിരുമാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. മോനെ, മോനെ, എന്റെ പൊന്നു മോനെ, മോനെ. അമ്മേ, ഇല്ല, ഞാൻ കരയില്ല. എന്റെ മകൻ എന്റേത് മാത്രമല്ലല്ലോ. അവൻ പീഡ സഹിച്ച് മരിക്കണമെന്നത് ദൈവപിതാവിന്റെ ഹിതമെങ്കിൽ ഞാൻ എതിരു നിൽക്കാൻ പാടില്ല. നിന്റെ ഹിതം പോലെ ആകട്ടെ. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. ഞങ്ങൾ ഇന്ന് ഇങ്ങനെയാവാൻ കാരണം ഇവൾ, ഈ തള്ള ഒറ്റ ഒരുത്തിയ ഒറ്റയാന്മാരായി ഞങ്ങളെ വളർത്തി. ഫലമോ കൂട്ടായി മദ്യവും മയക്കുമരുന്നും. മക്കളോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളോട് ചേർന്ന മക്കളും, അതാണ് തിരുക്കുടുംബം. അതാവണം നമ്മുടെ കുടുംബം. അമ്മയുടെ മുഖം വിളറി വെളുത്തിരിക്കുന്നു. പുത്രന്റെ ചോരവാർന്ന മുഖവും അമ്മയുടെ വിളറി വെളുത്ത മുഖവും ചില രഹസ്യങ്ങൾ കൈമാറുമ്പോൾ സംസാരമില്ല. എന്നാൽ അതിലേറെ അവർ കൈമാറിക്കഴിഞ്ഞു. നടന്നോളൂ മകനെ, നീ തോളിലാണ് കുരിശു വഹിക്കുന്നതെങ്കിലും ഞാൻ ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുന്നു. പുത്രന്റെ കൂടെ നിന്ന് സഹരക്ഷക പട്ടം അവൾ നേടുന്നു. അമ്മ ഹൃദയത്തിൽ പേറി ഇന്ന് ലോകത്തിന് തരുന്നു. കുഞ്ഞേ, ഇനിയും പുത്രനെ കുരിശെടുപ്പിക്കല്ലേ. പുത്രന്റെ ചോര കൊണ്ട് നേടിയ നിന്നെ നിത്യനരകാഗ്നിയിൽ തള്ളാൻ പാപം മൂലം ഇടവരുത്തല്ലേ. വചനം പറയുന്നു, നിങ്ങൾ വിലയ്ക്കു വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഏത് അമ്മയ്ക്കാ പുത്രന്റെ സഹനം കണ്ട് നിൽക്കാൻ പറ്റുക? കുറ്റവാളിയല്ലാഞ്ഞിട്ടും കൊടും കുറ്റവാളിയെപ്പോലെ കുഞ്ഞിനെ വധിക്കാൻ കൊണ്ടുപോകുന്നത് കാണുക. അമ്മയുടെ കണ്ണീർ അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ കരച്ചിൽ കണ്ട് ഒരിക്കൽ മാത്രം അമ്മ ചിരിച്ചത് നമ്മുടെ ജനനത്തിലായിരുന്നു. പിന്നീട് ഓരോ നിമിഷത്തിലും നമ്മുടെ കരച്ചിൽ അവളുടെ കരച്ചിലാണ്. എന്നാൽ നമ്മുടെ സന്തോഷം അവളുടെയും സന്തോഷമാണ്. പ്രഭാഷകൻ പറയുന്നു, അമ്മയുടെ കണ്ണീർ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. ഇളക്കിയോ നമ്മുടെ അടിത്തറ? നിറുകുന്തലയിൽ കൈവച്ച് അമ്മയുടെ അനുഗ്രഹം എന്നെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടോ? പുത്രൻ കുരിശെടുത്തപ്പോൾ അമ്മ കൂടെ നിന്ന് മനസ്സുകൊണ്ട് പുത്രന് ആമേൻ പറഞ്ഞു. കാരണം അവൾക്കറിയാം, അവന്റെ കുരിശ് എല്ലാ മക്കളുടെയും രക്ഷയാണ്. ഈശോയെ, അമ്മയെ ബഹുമാനിച്ച് നീ അമ്മയുടെ മക്കളാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശിന്റെ ഭോഷത്വം കുറവിന്റെ ഭോഷത്വമല്ലെന്ന്, അത് കരുത്തിന്റെ ഭോഷത്വമാണെന്ന് തിരിച്ചറിയാൻ, അമ്മയെ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം
ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയേക്കാമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെബ്രീൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോക്കോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. വാടാ ഇവിടെ, നീ വന്ന് ഇവന്റെ കുരിശ് ചുമന്ന് സഹായിക്കണം. നീ വലിയ കൃഷിക്കാരനും ചുമട്ടുകാരനും ഒക്കെ അല്ലേ? ഇത് നമ്മുടെ ഈശോ അല്ലേ? ഈശോ, ഞാൻ പാപിയാ, എന്നാലും ഞാൻ സഹായിക്കാം. ശിമയോനെ, നീ അനുഗ്രഹീതൻ. നിന്റെ പേര് ലോകാവസാനം വരെ ജനമോർത്തിരിക്കും. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. അമ്മേ, വല്ലതും തരണേ, എനിക്ക് വിശക്കുന്നു അമ്മേ. നിന്റെ മുമ്പിൽ ഇന്ന് നിന്റെ ദൈവം പ്രത്യക്ഷപ്പെടുക എളിയവന്റെ രൂപത്തിലായിരിക്കും. സഹായം കൊടുക്കുന്നവനെ അത് സ്വീകരിക്കാൻ കഴിയൂ. ജീവിതം ഒരു കൊടുക്കൽ വാങ്ങലല്ലേ? ജനിച്ച നാൾ തുടങ്ങി ഇന്നുവരെ നമ്മൾ നേടിയതൊക്കെ നമ്മുടേതല്ലല്ലോ. മറ്റുള്ളവർ സഹായിച്ചതും തന്നതുമല്ലേ? ഈശോയ്ക്ക് ഈ വഴിയിൽ ശിമയോന്റെ സഹായം ആവശ്യമായിരുന്നോ? ഈശോ മൗനമായി പറയുന്നു, ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല, മറ്റുള്ളവർ സഹായിക്കണം. യേശുവിന് ക്ഷീണമുണ്ട്, ശിമയോനും ക്ഷീണമുണ്ട്. കാരണം ശിമയോൻ വയലിൽ നിന്നും
ഈശോ വഴിയിലൂടെയും വരുന്നു. ഞാൻ ക്ഷീണിതനാണ് എന്ന് ചിന്തിച്ചാൽ, അവസരം നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നെ തിരിച്ചു കിട്ടില്ല. കുരിശിന്റെ താങ്ങലെന്ന ഒറ്റ പ്രവൃത്തിയാൽ ശിമയോൻ അറിയപ്പെടുന്നവനായി. ഓർക്കുക വചനം, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ലഭിക്കണമെങ്കിൽ കൊടുക്കണം. നമ്മൾ ആരാണ്? കൊടുക്കുന്നവരോ അതോ സ്വീകരിക്കുന്നവരോ? കൊടുക്കുന്നതിലെ ആനന്ദം കൂട്ടിവയ്ക്കുന്നതിൽ ലഭിക്കില്ലല്ലോ. കൂട്ടിവയ്ക്കും തോറും മനസ്സിൽ ആദി പേറുകയല്ലേ. ഓർക്കണം തിരുവചനം, ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ അവന്റെ ഉള്ളിൽ ആദിയായി. ഇതൊക്കെ ഞാൻ എങ്ങനെ എവിടെ സൂക്ഷിക്കും? അടുത്ത ക്ഷണം അവൻ തീരുമാനിച്ചു, അറപ്പുര പൊളിച്ച് പണിത് അതിൽ കൂടുതൽ കിട്ടിയത് സൂക്ഷിക്കാം. മനുഷ്യന്റെ മണ്ടത്തരം. എത്ര പേർ നമ്മുടെ മുമ്പിൽ കൈനീട്ടി, എത്ര പേരെ നാം ആട്ടിയോടിച്ചു. പിന്നീട് അവയെക്കുറിച്ചുള്ള ഓർമ്മ സ്വസ്ഥതയല്ലല്ലോ, അസ്വസ്ഥതയല്ലേ തന്നത്? എല്ലാം നമ്മുടെ അധ്വാനം, കഴിവുകൊണ്ട് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞുപോയി നമ്മൾ? നമ്മൾ വല്ലതും കൊണ്ടുവന്നിരുന്നോ? നമ്മുടെ സമ്പാദ്യം എന്തുണ്ട് നമുക്കായി കൊണ്ടുപോകാൻ? ഒരു നാൾ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരല്ലേ നമ്മൾ? ഓർക്കാം, സുഹൃത്തുക്കൾ കുഴിമാടം വരെ, സമ്പാദ്യം മരണം വരെ, എന്നാൽ സുഹൃതങ്ങൾ നിത്യകാലം വരെ. ഈശോയെ, ഈ കുരിശിന്റെ വഴിയിൽ ശിമയോന്റെ ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. മറുചോദ്യം ചോദിക്കാതെ കൊടുത്ത് സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നെ തേടി വരട്ടെ എന്ന് ചിന്തിക്കാതെ അവരെ തേടിപ്പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ മുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പാലിപ്പിച്ചുറപ്പിക്കണമേ. വേറോനിക്കായെന്ന സ്ത്രീയോ അന്ന് നാഥന്റെ തിരുമുഖം തോർത്തി, അവളുടെ തൂവാലയിലന്നോ എന്നാൽ നാഥന്റെ തിരുമുഖം ചേർന്നു. നാഥാ നിൻ തിരുമുഖം തോർത്താൻ അന്ന് ഭാഗ്യം ലഭിച്ചോരാ സ്ത്രീയോ എന്നും ലോകത്തിൽ നിത്യവുമോർക്കാൻ നൽവരം നീ കനിഞ്ഞേകി. ലോകയാത്രയിലെന്നും
ഞങ്ങൾ സഹജർത്തൻ കണ്ണുനീരൊപ്പി നിൻമുഖ ഛായ ലഭിക്കാൻ കുരിശിന്റെ വഴിയിൽ നീ കനിയൂ. ആറാം സ്ഥലം. വെറോനിക്ക ഈശോമിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ആരാണിവൾ? മാറി നിൽക്കടി. നിനക്കിവിടെ എന്താ കാര്യം? ഇല്ല, എനിക്ക് ഈശോയെ സഹായിക്കണം. ഞാൻ ഒന്ന് മുഖത്തെ വിയർപ്പൊപ്പി സഹായിക്കട്ടെ. പെട്ടെന്ന് വേണം. സന്ധ്യ മയങ്ങും മുൻപ് ക്രൂശിക്കാനുള്ളതാ. ഈശോ, ഞാനൊന്ന് സഹായിക്കട്ടെ. നീയും കുഞ്ഞെ ലോകമുള്ള കാലത്തോളം അറിയപ്പെടും. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. ഇത് ഞങ്ങൾക്ക് പണ്ടേ സംശയം തോന്നിയതാ. എന്നാലും അവരുടെ ഒരു ധൈര്യം കണ്ടേ. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ അവരുടെ ബന്ധം? അപവാദങ്ങൾ പ്രചരിപ്പിക്കും മുൻപ് സത്യമറിയാൻ ശ്രമിച്ചാൽ അപകടം ഒഴിവാക്കാം. നിസ്സഹായന്റെ ദയനീയ അവസ്ഥ. ഒരുവന്റെ നിസ്സഹായ അവസ്ഥയിൽ ഒരു കൈ കൊടുത്ത് ഉയർത്താൻ, സഹായിക്കാൻ നീ തയ്യാറായാൽ ഒരു നാൾ നിന്റെ നിസ്സഹായതയിൽ നിന്നെ ഉയർത്താൻ, നമ്മെ ഉയർത്താൻ പല കൈകൾ ഉണ്ടാകുമെന്ന് ഓർക്കുക. ചോരവാർന്ന ശരീരം, തുപ്പലേറ്റ മുഖം, അടിയേറ്റ കൺപോളകൾ, മുള്ള് തറച്ചിറങ്ങിയ ശിരസ്, കുരിശിന്റെ ഭാരം കൊണ്ട് കൂനിപ്പോയ തോൾ, ശരിക്കും നിസ്സഹായനായ മിശിഹ. കണ്ണീർ തുടയ്ക്കാൻ, വിയർപ്പ് ഒപ്പാൻ ശേഷിയില്ല. ഇതാ പലരെയും അവൻ നോക്കുന്നു. ഇടയിൽ നിന്നും ഒരു സ്ത്രീ. അവളൊരു തുവാലയെടുത്ത് തിരുമുഖം തുടച്ചു, സഹായിച്ചു. പ്രതിസമ്മാനമായി കൊടുത്തു തന്റെ തിരുമുഖത്തിന്റെ ഛായ അവൾക്ക്. ഓർക്കണം, അവൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിത്യസമ്മാനം. ലോകം തരുന്ന സുഖം തേടി നമ്മൾ കണ്ണുടക്കി കാഴ്ചക്കാരായി നിന്നപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടത് ഇതുപോലുള്ള നിത്യസമ്മാനങ്ങളായിരുന്നു. ചിലത് നഷ്ടപ്പെടുത്തിയാലേ വലുത് നേടാൻ പറ്റുകയുള്ളൂ. നഷ്ടപ്പെടുത്തലിന്റെ വേദന നേടിയെടുക്കലിന്റെ സന്തോഷം കൊണ്ട് മറക്കാൻ പറ്റുമോ? ഈ കുരിശിന്റെ വഴി ഒരു തിരിച്ചറിവ് തരുമോ? നമ്മൾ എന്തുമാത്രം നിത്യസമ്മാനങ്ങൾ നഷ്ടപ്പെടുത്തി. വഴിവക്കത്ത് വീണുകിടന്നവനെ നാം ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അവനും ഇന്ന് ജീവിക്കുമായിരുന്നില്ലേ? നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ നമ്മൾ വേണ്ടെന്ന് വച്ച ആ കുഞ്ഞ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ മക്കൾ തിരിഞ്ഞു നോക്കാത്ത നാളിൽ നോക്കുമായിരുന്നില്ലേ? നാലാൾ കൂടുന്നിടത്ത് അറിയാവുന്ന സത്യം മറച്ചുവെച്ച് കുറ്റം പറഞ്ഞ് സുഖിച്ചപ്പോൾ കളങ്കപ്പെടുത്തിയ അപരന്റെ പേര് ഈശോയുടെ മുഖം നമ്മിൽ നിന്ന് മറച്ചോ? ഈശോയെ, ഞങ്ങളെയും വെറോനിക്കായെ പോലെ മറ്റുള്ളവരുടെ കണ്ണീർ തുടയ്ക്കാൻ അനുവദിക്കണമേ. തിരുമുഖത്തിന്റെ ഛായ ഞങ്ങളിൽ പതിപ്പിക്കണമേ. ആരെയും തള്ളിക്കളയാതെ ഉൾക്കൊള്ളാൻ, ഉള്ളിൽ കൊള്ളാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിൽക്കുന്ന ഞങ്ങൾ വീഴാതിരിക്കാൻ തുണയ്ക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. താഴ്ചയിൽ നിന്നും ഉയർത്താൻ നിന്റെ മക്കളായി ഞങ്ങളെ മാറ്റാൻ ഈ ഭൂവിൽ വന്നൊരു നാഥൻ വീണ്ടും വീഴുന്നു ഈ മണ്ണിലെനിക്കായി. മണ്ണോടു ചേർത്തു നീ അന്ന് നിന്റെ വിയർപ്പും രക്തവും ഒന്നായി ഈ മണ്ണിൽ വീഴുന്ന നേരം ഞാനും ശക്തിക്കായി ഓർക്കേണമിതെന്നും. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്നും രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ കുഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ശക്തനായ ദൈവത്തിന്റെ പുത്രൻ പോലും. എഴുന്നേൽക്കടാ. കുഞ്ഞേ, ഞാനീ വീണത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ, നിന്നെ നേടാനാ. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. ഞാൻ ഇങ്ങനെയായിപ്പോയി. ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റെ ഈ ജന്മം ഇങ്ങനെയായിപ്പോയി. ആര് പറഞ്ഞു നിന്റെ ജന്മം പാഴ്ജന്മമെന്ന്? ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഈശോയ്ക്ക് നിന്നെ വേണം. അതിനായി അവൻ എണീറ്റു. കുരിശിന്റെ വഴിയിൽ തളരുന്ന ഈശോ. തളർച്ചയുടെ അന്ത്യം, വീഴ്ചയുടെ നിമിഷം. ഒരു വേള യേശുവും വീണു എനിക്കായി. യേശുവിന് വേണ്ടി വീണാൽ അത് തകർച്ചയല്ല, മറിച്ച് ശക്തിയാണ്. തളർച്ച തോന്നുന്ന നിമിഷങ്ങളിൽ തളർന്നു വീണ ഈശോയുടെ മനോഭാവം സ്വീകരിക്കാമോ? തളർന്നിരുന്ന ഏലിയായിക്ക് അപ്പം കൊടുത്ത് ശക്തിപ്പെടുത്താൻ ദൈവം കാക്കയെ അയച്ചു. നമുക്കോ കാക്കയുടെ ആവശ്യമില്ല, മറിച്ച് മനസ്സിന്റെ മാറ്റം മതി. ഓടാമോ പള്ളിയിലേക്ക്? അവിടെ യേശുവിന്റെ ശരീരം എനിക്കായി, നിനക്കായി അവൻ കരുതി വച്ചിട്ടുണ്ട്. രണ്ടാം വീഴ്ച എനിക്കു വേണ്ടിയായിരുന്നു. നീ വീഴുന്നു. എവിടേക്ക്? ഈശോയെ, ജോലിയുടെ ഭാരം പേറുമ്പോൾ ഞങ്ങൾ വീഴുന്നു ലഹരി പദാർത്ഥങ്ങളിൽ. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ കുടുംബാതിരേക ബന്ധങ്ങളിൽ മുഴുകുന്നു. മനപ്പൊരുത്തമില്ലാത്തവനെ അകറ്റി നിർത്തുന്നു. പ്രശ്നമില്ലാത്ത ഇടങ്ങളിൽ പ്രശ്നക്കാരായി മാറുന്നു. എന്റെ അശ്രദ്ധ മൂലം പറ്റിയ ഒരു വീഴ്ച ഞാൻ അവരനിൽ അടിച്ചേൽപ്പിക്കാറുണ്ട്.
യേശു എഴുന്നേറ്റു നമുക്ക് മാതൃക തരാൻ. തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ല. തെറ്റിൽ നിന്ന് പിന്തിരിയുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്നും എഴുന്നേറ്റു. മഗ്ദലന മറിയം മറിഞ്ഞ വഴിയിൽ നിന്ന് പിന്മാറി. നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്നവൾ ജീവജലം നേടിയെടുത്തു. അവൻ കാത്തിരിക്കുന്നു, വീഴ്ചയിൽ നിന്നും വിജയത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്താൻ. ഈശോയെ, എന്റെ വീഴ്ചയുടെ കാരണം അന്യരിൽ അടിച്ചേൽപ്പിക്കാതെ സ്വയം പിഴ ചൊല്ലി തിരികെ വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് രക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ മുറിവുകൾ എന്റെ ഹൃദയത്തിൽ നീ പതിപ്പിച്ച് സമർപ്പിക്കണമേ. ഓസ്ലെമിൻ വീഥികളന്ന് നാഥനയോശാന ഗീതം മുഴക്കി. എതിരേറ്റ നാഥനെയുന്നോ എന്നാൽ സ്ത്രീകൾ കരഞ്ഞെതിരേറ്റു. നാഥൻ തൻ ദുഃഖം മറന്നോ, പിന്നെ മക്കൾ തൻ വേദന കണ്ടു. മുന്നറിയിപ്പെന്നോണം ചൊന്നു, ഇവിടെ കരയൂ നിൻ മക്കളെയോർത്ത്. 8-ാം സ്ഥലം, ഈശോ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. അയ്യോ, ഇത് നമ്മുടെ ഈശോ അല്ലേ? ക്രൂരന്മാർ, ഈ നീതിമാനെ ക്രൂശിക്കുന്ന നിങ്ങളുടെ മേൽ ഇടുത്തി വീഴോടാ. ഗുരുവേ, നിന്റെ രാജ്യത്തിൽ ഈ ഞങ്ങളെയും ഓർക്കണമേ. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. പിന്നെ എന്റെ കുഞ്ഞ്, അവനെ തെറ്റൊന്നും ചെയ്യില്ല. ഇതൊക്കെ അവനെ കൊണ്ട് ആരോ ചെയ്യിച്ചതാ. അവരൊക്കെയാണ് ഇതിന് കാരണം. കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും അവരെ ഓർത്ത് വിലപിക്കേണ്ടി വരില്ല. ഒരു നാൾ ഒലിവിൻ ചില്ലകൾ വീശി എതിരേറ്റു. ഇന്നോ കണ്ണീരിൽ കുതിർന്ന വിതുമ്പലുകൾ. ചിലപ്പോൾ ജീവിതം ഇങ്ങനെയാണ്, ഒരു വേലിയേറ്റവും വേലിയിറക്കവും പോലെ. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി എന്ന പോലെ. എന്നാൽ ഇവിടെ നോട്ടം യേശുവിലേക്കാണ്. എന്നാൽ യേശുവിന്റെ നോട്ടമോ തന്നെ നോക്കുന്നവരുടെ ഹൃദയത്തിലേക്കും. അത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. രോഗശമനത്തിനായി വരുന്നവന് രോഗസൗഖ്യത്തിന് മുൻപ് പാപ സൗഖ്യം കൊടുക്കുന്ന ഈശോ ഇവിടെ തന്നെ നോക്കി കരഞ്ഞവരുടെ മുഖഭാവത്തേക്കാൾ
അവർക്ക് വരും നാളിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ട് മുന്നറിയിപ്പ് നൽകി. ഈ കണ്ണുനീർ വരും നാളുകളിൽ ഓർശ്രയം ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കരച്ചിലിന്റെ മുന്നോടിയാവട്ടെ. അവിടെ അവൻ മുന്നറിയിപ്പ് തന്നു, വരും അപകടം ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ, എന്നാൽ അപകടം മണത്ത് ഓടി മാറാൻ ശ്രമിച്ചാൽ നിന്റെ കാര്യം, നിന്റെ കുടുംബം രക്ഷപ്പെടും. സുനാമി വരുന്ന മുന്നറിയിപ്പ് ലഭിച്ചാൽ ഓടി മാറണം. പരുന്ത് വരുന്നത് കണ്ട് ചിറക് പൊക്കി വിളിക്കുന്ന പിടക്കോഴിയുടെ ചിറകടി നീ തിരിച്ചറിയണം. തന്റെ വേദനയിലും തന്നെ ആശ്വസിപ്പിക്കുന്നവർക്ക് വരാൻ പോകുന്ന അപകടം തിരിച്ചറിയുന്നവൻ യഥാർത്ഥ ഇടയന്റെ മുഖം. തന്റെ വേദന മക്കളുടെ വേദനയുടെ മുമ്പിൽ മറക്കുന്ന നല്ല ഇടയൻ. നോട്ടക്കുറവും കേൾവിക്കുറവും ചില ജീവിതങ്ങളെ നിത്യമായി ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതിന് നാം കാരണമായോ? നോട്ടവും കേൾവിയും ഒരു കുറവായിരുന്നില്ല, പലപ്പോഴും വേണ്ടെന്ന് വച്ചതായിരുന്നു. ശ്രദ്ധിച്ചാൽ സമയം കൊടുക്കേണ്ടി വന്നാലോ? സമയത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവന്റെ വില നാം വിസ്മരിച്ചോ? നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് നാം വിലമതിക്കുന്നുണ്ടോ? കൊടും പാപത്തിന്റെ അടിമയായി ജീവിക്കുന്ന അപ്പന്റെ മകൻ അതിനപ്പുറമുള്ള തെറ്റിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പിനെ നാം അവഗണിച്ചോ? സോദോം ഗോമോറ ദേശം നശിച്ചു. കാരണം ഭാര്യ ഭർത്തൃബന്ധത്തെക്കാൾ പുരുഷ ബന്ധവും സ്ത്രീ ബന്ധവുമായിരുന്നു. വചനം തരുന്ന മുന്നറിയിപ്പ് നാം കാര്യമായി ഗൗനിക്കുന്നുണ്ടോ? ഈശോയെ, പലനാൾ നീ മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചു പോയ നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വഴികൾ സുഗമമാക്കാൻ നീ മുൻപേ നടന്ന് മുന്നറിയിപ്പ് തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. തളർന്നു നാഥൻ തൻ ദേഹം, ഫലമോ കാഴ്ചയോ മങ്ങി ക്ഷയിച്ചു. ശക്തി കുറഞ്ഞു കരുത്തും ഈശോ മണ്ണിൽ വീഴുന്നു വീണ്ടും. എന്നാലെഴുന്നേറ്റു ഈശോ വീണ്ടും നിന്നുള്ളിൽ ശക്തി പകരാൻ. കാഴ്ചയായി കണ്ണായി തീരാൻ ഞാനും നോക്കേണം യേശുവിൻ കുരിശിൽ. 9-ാം സ്ഥലം. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. എഴുന്നേൽക്കടാ, നിന്നെ ക്രൂശിക്കാതെ ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ല. ഇല്ല കുഞ്ഞെ, ഒരുപാട് മനസ്സുകളുടെ സമാധാനത്തിനായി
എനിക്ക് നിങ്ങളെയും വേണം. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. എൻ്റെ അപ്പൻ്റെ ഭവനം അതിനി എനിക്ക് കിട്ടുമോ? ഒന്നോർത്താൽ ഞാൻ എന്തൊരു ബുദ്ധിമോശമാണ് കാട്ടിയത്. കയ്യിലെ കാശും തീർന്നു, തിന്നാൻ ആഹാരവുമില്ല. എൻ്റെ ജന്മം ഇങ്ങനെയായിപ്പോയി. പന്നിക്കൂട്ടിൽ നിന്നും എഴുന്നേൽക്കുന്നവനെ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവുണ്ടെന്ന് നമുക്കോർക്കാം. മൂന്നാമതും അവൻ വീണ അവൻ വേച്ച് എണീറ്റു. സഹനത്തിന്റെ വലിയ കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചവൻ അത് മട്ടുവരെ കുടിച്ച് കാണിച്ചു തരുന്നു. എന്തുമാത്രം കഠിന സഹനത്തിലൂടെയാണ് നാഥൻ കടന്നുപോകുന്നത്. വീഴ്ചയുടെ ദയനീയ വശം കുരിശ് ദേഹത്തേക്ക് വീണു എന്നതായിരുന്നു. ചുമക്കുന്ന ഭാരം തെന്നി വീഴുമ്പോൾ ദേഹത്ത് തന്നെ വീണാൽ എന്തൊരു ഭാരമായിരിക്കും അതിന്. നിലത്തു വീണ താൻ ആ കുരിശിന്റെ ഭാരം പോലും തന്നെ ഇത്രനാൾ താങ്ങിയ ഭൂമിക്ക് ഭാരമാകാതെ താൻ തന്നെ ഏറ്റുവാങ്ങുന്നു. ഭൂമി എനിക്ക് മുള്ളുകളും മുൾച്ചെടികളുമാണ് തന്നത് എന്ന് വിലപിക്കുന്നവരുടെ മുമ്പിൽ നീ ഭൂമിക്ക് എന്തു കൊടുത്തു എന്നുകൂടി ചിന്തിക്കാൻ ഇവിടെ പ്രേരണ തരുന്നു. ഭൂമി മാതാവിൽ നിന്നും ഊറ്റിക്കുടിക്കുന്നതോടൊപ്പം ഭൂമിയെ ദൈവത്തിന്റെ പാദപീഠമായി കണ്ട് സ്നേഹിക്കാൻ കൂടെ പഠിക്കണം. ഈശോ വീണു ഭൂമിയിൽ, നാമും പലവട്ടം വീണു. വീഴുന്ന നമ്മൾ എന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള വീഴ്ചയായി അതിനെ കാണാതെ വീഴ്ചയുടെ കാരണം പലതും കണ്ടെത്തുന്നു. വഴിയിൽ തട്ടി വീഴുന്ന ഞാൻ കല്ലിനെ കുറ്റം പറയുന്നു. അല്ലെങ്കിൽ മുൻപേ പോയവൻ കല്ല് തട്ടി മാറ്റാത്തതുകൊണ്ട് എന്ന് പരിതപിക്കുന്നു. ഓർക്കണം, നാം കടന്നു പോകുന്ന വഴികളിൽ വഴിമുടക്കികളായി എത്രയോ കല്ലുകൾ നമ്മൾ കണ്ടു. അപരൻ വീഴാതിരിക്കാൻ ആ കല്ലൊന്ന് മാറ്റിയിടാൻ നാം ശ്രമിച്ചോ? പാലമൊടിഞ്ഞ് താഴെ വീണ് അപകടം പറ്റിയത് കണ്ട് പാലം പണിതവനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു നിൽക്കുന്ന പാലത്തിന്റെ കാര്യം, തൂണിന്റെ കാര്യം നാം എന്തേ അറിയിക്കാതിരുന്നു? കുറ്റം പറയാം, എന്നാൽ കുറ്റം സ്വയം ഏറ്റെടുക്കാൻ ആളില്ലാതാകുന്നു. ഈശോയെ, നീ വീണു. വീഴ്ചയുടെ ഉത്തരവാദിത്വം ആരിലും അടിച്ചേൽപ്പിക്കാതെ സ്വയം എണീറ്റ് യാത്ര തുടരുന്നു. കുറ്റം പറയാത്ത മനസ്സ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. കാൽവരി മലയുടെ മാറിൽ അന്ന് യേശു തൻ ദേഹം കിടത്തി. ചെന്നായ്ക്കൾ കുഞ്ഞാടിനെ പോലെ തന്നെ ദേഹവും തോലും ഉരിഞ്ഞേ നഗ്നനായി തൂങ്ങി മരിക്കാൻ നാഥാ നീ എന്തു പിഴച്ചു ഈ ഭൂവിൽ. നഗ്നനെ വസ്ത്രം ധരിക്കാൻ അന്ന് നീ ചൊന്ന സത്യം ഞാനോർപ്പൂ. നാഥാ നിൻ ശിഷ്യനായി തീരാൻ നിനക്കായി എന്തും സഹിക്കാൻ നൽവരം നീ ഇന്നു തരണേ. നിന്റെ കുരിശിന്റെ വഴിയിൽ എനിക്കായി.
10-ാം സ്ഥലം, ഈശോമിശിഹായുടെ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. കൂടിയടാ. ഓ, വേണ്ടെങ്കി വേണ്ട. ഇവന്റെ വസ്ത്രം അത് നമുക്ക് 4 ഭാഗിച്ചെടുക്കാം. അപ്പം ഈ മേലങ്കിയോ? അതെന്തായാലും കീറണ്ട. അതാർക്ക് വേണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് തീരുമാനിക്കാം. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. അതെ, നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വറീത് ചേട്ടനൊരു പുത്രനുണ്ട്. അത് സ്വന്തം ഭാര്യയിലുള്ളതല്ല, ജാരസന്തതിയാ. ഓർക്കുക, അപരന്റെ ഉടുവസ്ത്രം ഉരിയുമ്പോൾ ഒരു നാൾ നിന്റെ വസ്ത്രവും ഉരിയപ്പെട്ടേക്കാം. ദൈവപുത്രനെ മർത്യൻ നഗ്നനാക്കുന്നു. നഗ്നത മനുഷ്യനെ മരണതുല്യനാക്കുന്നു. ആരൊക്കെയോ ചേർന്ന് കൊടുത്തതൊക്കെ ആരൊക്കെയോ ചേർന്ന് അപഹരിക്കുന്നു. അപമാനിക്കുന്നവർക്ക് അതൊരാനന്ദമാകുന്നു. എന്നാൽ അപമാനിക്കപ്പെടുന്നവന്റെ മാനസികാവസ്ഥ അത് വിവരണത്തിന് അപ്പുറമാകുന്നു. ഈശോയ്ക്കൊന്നുമില്ല, എന്നാൽ എല്ലാം ഉള്ളവനാണ്. ഉള്ളതൊക്കെ ഇവിടെ നമുക്കായി, നമുക്ക് ജീവൻ തരാനായി അവൻ ഉപേക്ഷിക്കുന്നു. ഉടുവസ്ത്രം, തിരുരക്തം, തിരുശരീരം, സ്വന്തം അമ്മ, എല്ലാം. ഈശോയുടെ ശരീരത്തോട് ചേർന്ന വസ്ത്രം അത് കുഞ്ഞാടിന്റെ തോലുപോലെ രക്തത്തോട് ഒട്ടിച്ചേർന്നതാണ്. അടിപ്പാടുകളും മുറിപ്പാടുകളും കൊണ്ട് ചേർന്നവ, അവയാണ് ബലമായി പറിച്ചെടുക്കുന്നത്. കഴിവിന്റെ പരമാവധി പീഡനങ്ങൾ, സഹനങ്ങൾ അവൻ എനിക്കായി ഏറ്റുവാങ്ങുന്നു. പ്രതികരിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ പുതിയൊരു പിറവിക്ക് ഈ സഹനം കാരണമാകട്ടെ എന്ന് കരുതിയാണ്. സഹനം മറ്റൊന്നിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. സഹിക്കാതെ പോയാൽ വളർച്ചയില്ല. ഉരിയുന്ന നീയും ഉരിയപ്പെട്ടവന്റെ വേദന കൂടെ തിരിച്ചറിയണം. ഈശോയെ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് വിഭസ്തരനായി അവഹേളിക്കപ്പെട്ട നിന്റെ അവസ്ഥ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു നീറ്റലായി കടന്നുവരുന്നു. ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിവസ്ത്രരാക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ അന്ന് കിടത്തി നാഥന്റെ കൈകളും കാലും തറച്ചു. മർത്യന്റെ കണ്ണീർ തുടയ്ക്കാൻ ഇന്ന് നാഥന്റെ കരങ്ങളായി തീരാം. അമ്മാതൻ നെഞ്ചിൻ തുടിപ്പും പ്രിയ ശിഷ്യർത്തൻ ഹൃദയമീടിപ്പും സ്ത്രീകൾ തൻ കണ്ണീർ കണവും ഇന്ന് കേൾക്കുന്നു വെള്ളിടി പോലെ.
11-ാം സ്ഥലം ഈശോമിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. കണ്ടോ കണ്ടോ, എന്തൊരു വേദനയാ, വലിച്ചു നീട്ടടാ. എന്റെ ഈശോയെ, എന്റെ ദൈവമേ, അനുഭവിക്കട്ടെ അവൻ. അങ്ങനെ തന്നെ വേണം അവന്. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. വയ്യ വയ്യ, എനിക്ക് വയ്യ. സഹോദര, ഒന്ന് സഹായിക്കാമോ? എനിക്കല്പം കാശ് തരാമോ? കടമായിട്ട് മതി. പോടാ, കയ്യിൽ കാശില്ലെങ്കിൽ നിന്റെ കൂട്ട് ആർക്ക് വേണം? നീ പോയി പണി നോക്ക്. പോയി ചാവടാ. നിന്റെ യേശുവിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ അയൽക്കാരന്റെ കണ്ണുനീർ നിന്റെ കരടലിയിക്കണം. ബലിക്കല്ല് തയ്യാറായി. ബലിവസ്തു എവിടെ? ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് പോയപ്പോൾ അബ്രാഹവും ഇസഹാക്കും ചേർന്ന് എല്ലാം എടുത്തുവെങ്കിൽ ഇവിടെ എല്ലാം ഈശോ തന്നെ ചുമക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാത്തവൻ എല്ലാ ബുദ്ധിമുട്ടുകളും സ്വയം ഏറ്റെടുക്കുന്നു. കൈകളും കാലുകളും വലിച്ചു നീട്ടി ആണിതറയ്ക്കുന്ന യൂതന്മാർ ഒരു വേള കുരിശു പോലും ചിന്തിച്ചു കാണും. ഈ കുരിശിൽ കിടത്തിയിരിക്കുന്നവന്റെ ഇണക്കുകൾ പറഞ്ഞു പോരുമോ എന്ന്. കാരണം അത്രയ്ക്കും ദയാദാക്ഷിണ്യമില്ലാതെയാണേ യൂതന്മാർ പെരുമാറുന്നത്. പച്ചയായ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിത്തെറിക്കുന്നു. പ്രാണവേദന കൊണ്ട് ഈശോ പിടയുന്നു. എന്നാൽ തെറി അഭിഷേകമില്ല, കുറ്റപ്പെടുത്തലില്ല, പരിതപിക്കലില്ല, അട്ടഹാസമില്ല. ഒന്നു മാത്രം, പച്ചയായ മനുഷ്യന്റെ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള നിലവിളി. നിലയില്ലാത്തവന്റെ വിളിയല്ലയോ നിലവിളി. ഇവിടെ ഓരോ അടിയിലും അവൻ നിലവിളിച്ചു, എനിക്കു വേണ്ടി. അമ്മയുടെ ദീനരോധനം കണ്ടുനിന്ന സ്ത്രീകളുടെ നിലവിളി. പക്ഷേ യൂതന്മാർക്ക് മാത്രം സന്തോഷം. പോരാ പോരാ എന്ന ആക്രോശം. അവനെ തറച്ചതുപോരാ. ഒരു വേള ചിന്തിച്ചു പോകുന്നു, അവരെന്തേ ലഹരിക്ക് അടിമകളാണോ? ഈശോയെ, കാഴ്ചക്കാരനായി നിർത്താതെ കരളലിയിക്കുന്നവനായി ഞങ്ങളെ മാറ്റണമേ. കല്ലുപോലുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ മാംസളമാക്കണമേ. കുരിശിൽ അർപ്പിച്ച നാഥൻ അന്ന് താതനാം ദൈവത്തെ നോക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു സദയം. താതാ പൊറുക്കണേ സുതരാമിവരോട്, ക്ഷമിക്കാൻ ചൊല്ലിയ നാഥൻ അന്ന് കുരിശിൽ മാതൃക തന്നു. ദ്രോഹിക്കും മനുജർത്തൻ പാപം ഞാനും നിന്നെ പോൽ ക്ഷമിക്കണം ഭൂവിൽ. വാനവും ഭൂമിയും ജീവജാലങ്ങളും യേശുവിൻ മൃതിയിൽ കരഞ്ഞു. കണ്ടതിന്നേരം തനയനാം ഞാനും മാറാനായി സവിധേ വരുന്നു.
12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ഏൽ ഏൽ ലമാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. സഹോദര, ക്ഷമിക്കണേ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി ഞാനിത് ആവർത്തിക്കില്ല. നിന്നോട് ക്ഷമിക്കാനോ ഞാനോ? അതിനി ഈ ജന്മത്തിലുണ്ടാവില്ല. പ്രകൃതിയുടെ വികൃതിക്ക് മാറ്റം വന്നത് ക്ഷമാവാചകം ഉരുവിട്ടപ്പോഴാണ് എന്നോർമ്മിക്കാം. സർവലോകത്തിന്റെയും അധിപൻ ഇതാ ഉയരത്തിൽ. അവിടുത്തെ രാജാഭിഷേകമായിരുന്നു. ജയാരവത്തേക്കാൾ പ്രകൃതി വികൃതി കാട്ടുന്നു. വെള്ളിടി വെട്ടുന്നു, തിരശീല കീറുന്നു, പ്രതീക്ഷിക്കാത്തത് പലതും നടക്കുന്നു. വാൾ ഉറയിലിടാൻ പറഞ്ഞ നാവുകൊണ്ട് പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തെ തകർക്കാൻ വന്ന പ്രകൃതി ക്ഷോഭം പത്തി താഴ്ത്തി വിള്ളലായി പുറത്തു വന്നു. എന്റെ മരണം മൂലം ഒരു നാശനഷ്ടവും പാടില്ല. ഈ മരണത്തിലൂടെ അനേകർ പുതുജീവൻ നേടണം. സർവരെയും നേടാൻ സർവാധിപൻ സഹിക്കുന്നു. കുരിശിന്റെ ചുവട്ടിലും പലരും പലതരത്തിലുള്ള വികാരങ്ങളുമായി ഉണ്ടായിരുന്നു. എന്നാൽ കുരിശിൽ ഏറിയവൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് മാത്രമേ നമ്മളിൽ നടക്കൂ. 33-ാമത്തെ വയസ്സിൽ നാം മരിക്കണമെന്ന് അവൻ നെറുകയിൽ കുറിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കാൻ മാറ്റാൻ ഒരുവനും പറ്റില്ല. ഇവിടെ പറയാം, ഇതാ കർത്താവിന് ദാസൻ, ഇതാ കർത്താവിന് ദാസി, നിന്റെ ഹിതം പോലെയാവട്ടെ. ഈശോയെ, പ്രകൃതിയുടെ വികൃതിക്ക് മാറ്റം വന്നത് നിന്റെ ക്ഷമയുടെ പ്രാർത്ഥന കേട്ടപ്പോഴാണല്ലോ. അതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ. പുത്രനാമേശുവിൻ ദേഹം അന്ന് അമ്മ തൻ മടിയിൽ കിടത്തി, അമ്മയോ ദേഹം മുഴുവൻ ചുംബനം കൊണ്ടു
13-ാം സ്ഥലം. ഈശോയുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. മോനെ, എന്റെ മോനെ, ഈ മക്കളെ വീണ്ടെടുത്ത നിന്റെ മരണത്തെ ഓർത്ത്, ഈ ജനത്തിന്റെ രക്ഷയോർത്ത് നിനക്ക് നന്ദി. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. ഒന്നാലോചിച്ചാൽ എന്തെല്ലാം തെറ്റുകളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്. ഈ കൊടും പാവങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അറിയാതെയെങ്കിലും അവളെ വേദനിപ്പിക്കരുത്. കാരണം നിനക്കു വേണ്ടി വേദന സഹിച്ചവളാണ് അവൾ. അമ്മയുടെ മടിത്തട്ട് എപ്പോഴും മക്കൾക്ക് ആശാ കേന്ദ്രമാണ്. വിഷമിച്ചിരിക്കുന്ന അമ്മയ്ക്ക് കുഞ്ഞിന്റെ മോണ കാട്ടിയുള്ള ചിരി ദുഃഖം മറന്നൊന്ന് ചിരിക്കാനുള്ള അവസരമാണ്. എന്നാൽ ഇവിടെ വലിയവൻ ചെറിയവളുടെ മടിയിൽ. അമ്മേ, ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മയുടെ ഇപ്പോഴത്തെ വികാരം എന്താ? നീ ഒരമ്മയാണെങ്കിൽ, അപ്പനാണെങ്കിൽ ഉത്തരമൊന്ന് ചിന്തിക്കാമോ? ഇവിടെ പുത്രൻ മൂകമായ ഭാഷയിൽ അമ്മയോട് പറയും, അമ്മേ, കരയരുതേ, ആരോടും പരിഭവമരുതേ, നിന്റെ ഉദരം ദാനമായി തന്നതിന് നന്ദി. പകരമായി അമ്മയോ ചുംബനം കൊണ്ട് വിശുദ്ധമായതും മക്കളാൽ അടികൊണ്ട് വികൃതമാക്കിയതുമായ ദേഹത്തെ മക്കളെ ശിക്ഷിക്കരുതേ എന്ന് യാചിച്ച് നിൽക്കുകയാണ്. മകനെ, ഇവരും എന്റെ മക്കളും നിന്റെ സഹോദരങ്ങളുമാണല്ലോ. അറിവില്ലായ്മ പുറത്തേക്കണമേ. അമ്മേ, എന്റെ അമ്മേ, രാവും പകലും എന്റെ കൂടെ ഇരിക്കണമേ. മുറിവേറ്റ എന്റെ ശരീരത്തെ തലോടണമേ. പരാജയപ്പെടുന്ന ശരീരത്തെ നിന്നോട് ചേർക്കണമേ. അമ്മേ, ഒരു ചോരക്കുഞ്ഞിനെ പോലെ എന്നെ വാരിയെടുത്ത് ഈശോയുടെ തിരുരക്തക്കുളത്തിൽ എന്നെ കഴുകി, നനഞ്ഞ മുടി മേലങ്കി കൊണ്ട് തോർത്തി, നെറുകയിൽ കുരിശു പൊട്ട് ചാർത്തി, കണ്ണിൽ ദിവ്യകാരുണ്യത്തിന്റെ അഞ്ജനം എഴുതി, പാപവിശപ്പാൽ ഞാൻ തളരുമ്പോൾ എനിക്ക് നിന്റെ മകന്റെ ദിവ്യ ശരീരമാകുന്ന കുർബാനയപ്പം വിളമ്പിത്തരണേ. പൊരിവെയിലിലും അടുപ്പിലെ ചൂടിലും നമുക്കു വേണ്ടി സുന്ദര ശരീരത്തെ വികൃതമാക്കിയതും നമ്മൾ മറക്കരുതേ. ഈശോയെ, മാതാപിതാക്കൾക്ക് കണ്ണീർ സമ്മാനമായി കൊടുക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അവരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കല്ലറയാം കൂരിരുട്ടിൽ അന്യർ കല്ലറയാമുള്ളറ തന്നിൽ വയ്ക്കുന്നോ യേശുവിൻ ദേഹം മർത്യപീഡകൻ ബാക്കി പത്രം പോ. 14-ാം സ്ഥലം. ഈശോയുടെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ പുരട്ടാനായി ഇതാ സുഗന്ധതൈലം. എന്റെ കല്ലറ ഇതാ യേശുവിനായി ഞാൻ നൽകുന്നു. ഇന്നത്തെ ജീവിത പശ്ചാത്തലം. ജീവിതത്തെ നിസ്സാരമായി കരുതി തകർത്ത നിമിഷത്തെ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. നമുക്ക് ആ കല്ലറയിലോട്ട് പോകാം. അതൊരു പ്രതീക്ഷയുടെ ഇടമല്ലേ? ഉയർപ്പിന്റെ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ പ്രതീകം. ഓർക്കുക, സ്വർഗം ഭദ്രമായാൽ ജീവിതം ധന്യമാകും. ജീവിതം ധന്യമാകണമെങ്കിൽ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യണം. ഇവിടം കൊണ്ട് എല്ലാം തീർന്നുവെന്ന് പലരും കരുതി. എന്നാൽ തീർന്നു എന്ന് മനുഷ്യൻ കരുതുന്നിടത്തു നിന്ന് അവൻ നമുക്കായി വഴി തുറക്കും. ഭദ്രമെന്ന് മനുഷ്യർ പറയുന്നു, കരുതുന്നു.
എന്നാൽ ഒന്നും ഭദ്രമല്ലെന്ന് ഈ കല്ലറ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആരെയും ഒന്നിനെയും നിസാരമാക്കുകയോ എഴുതിത്തള്ളുകയോ അരുത്. നാം ഇന്ന് ഓടുന്നത് ഭാവി ഭദ്രമാക്കാനല്ലേ? എന്നാൽ ഈശോ പറയുന്നു, ഓടിയവന് അധികം കിട്ടിയില്ല, ഓടാത്തവന് ഒന്നും കിട്ടാതെയും ഇരുന്നില്ല. ആവശ്യത്തിനുള്ളത് ഈ ലോകത്തിൽ അവൻ കരുതി വച്ചിട്ടുണ്ട്. ആരുടെയോ കല്ലറ ആർക്കോ വേണ്ടി ഒരുക്കി, എന്നാൽ ഉപയോഗപ്പെട്ടതോ ആരും പ്രതീക്ഷിക്കാത്ത ആൾക്കും. ഒരു തെറ്റു ചെയ്തത് മൂടിവയ്ക്കാൻ ശ്രമിച്ചാൽ പല തെറ്റുകൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു നാൾ എല്ലാം വെളിച്ചം കാണും. തെറ്റിന്റെ പുറകെ തെറ്റ്, കല്ലറയ്ക്ക് വരെ കാവൽ, ചരിത്രത്തിൽ തന്നെ ആദ്യവും അവസാനവുമായ ഒരു കാവൽ. എന്തിന്? തെറ്റു ചെയ്തത് മൂടിവയ്ക്കാൻ, ഫലമോ എളിഭ്യരായി. എത്ര വട്ടം ജീവിത പങ്കാളിയെ പറ്റിച്ച് അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നിട്ടും സംതൃപ്തി കിട്ടിയോ? അത് മറച്ചു വയ്ക്കാൻ എത്ര നുണകൾ പറഞ്ഞു, അവസാനം എല്ലാം പുറത്തായില്ലേ? സത്യം മാത്രമേ വിജയിക്കൂ. ഈശോയെ, സത്യം പറയാൻ, സത്യമായി ജീവിക്കാൻ വരം തരണമേ. ഓരോ ദിവസവും നിന്റെ ദാനമെന്ന് പറഞ്ഞ് ജീവിക്കാൻ വരം തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും നീ പതിപ്പിച്ചുറപ്പിക്കണമേ.